പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ആദ്യം തന്നെ മീനിങ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് is a statement prepared with the balances or totals of debits and credits of all accounts in the ledger to test the arithmetical accuracy of ledger account. നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ്, അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. പ്രിപ്പയർഡ് വിത്ത് ദ ബാലൻസസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്, എല്ലാ ലെഡ്ജർ അക്കൗണ്ടിന്റെയും ക്ലോസിംഗ് ബാലൻസുകൾ ലിസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ തയ്യാറാക്കാം. അതല്ലെങ്കിൽ ടോട്ടൽ മെത്തേഡ് എന്ന് പറയുന്ന രീതിയിൽ, അതായത് ടോട്ടൽസ് ഓഫ് ഡെബിറ്റ്സ് ആൻഡ് ടോട്ടൽസ് ഓഫ് ക്രെഡിറ്റ്സ് ഓഫ് ഓൾ അക്കൗണ്ട്സ് ഇൻ ദി ലെഡ്ജർ, അങ്ങനെ ലിസ്റ്റ് ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് തയ്യാറാക്കാം? ഈ ട്രയൽ ബാലൻസ് തയ്യാറാക്കാം. തയ്യാറാക്കുന്നത് എന്തിനാണ്? ടു ടെസ്റ്റ് ദി അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലെഡ്ജർ അക്കൗണ്ടുകളിൽ മിസ്റ്റേക്ക് ഇല്ല എന്ന്, കൃത്യത ആണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളത് തയ്യാറാക്കുന്നത്. ഇറ്റ് മേ ബി പ്രിപ്പയർഡ് ആനുവലി. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് വാർഷികാടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് ആവശ്യമെന്ന് തോന്നുന്നെങ്കിൽ എല്ലാ മാസവും ഇത് തയ്യാറാക്കാവുന്നതാണ്. It provides basis for the preparation of final accounts in a reliable manner. ഫൈനൽ അക്കൗണ്ട്സ് ആയ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, ഇത് രണ്ട് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയ, റിലയബിൾ ആയ ഇൻഫർമേഷൻ ആയിരിക്കും, എളുപ്പത്തിലും തയ്യാറാക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ്. എന്തിനാണ് ട്രയൽ ബാലൻസ്? എന്തൊക്കെ ആവശ്യത്തിനാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ടു വെരിഫൈ ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. അരിത്തമെറ്റിക്കലി അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി ഇത് കറക്റ്റ് ആണ്, ആഡ് ചെയ്തത്, ബാലൻസ് കണ്ടുപിടിച്ചത് ഒക്കെ ശരിയാണ് എന്ന് ഉറപ്പുവരുത്താൻ. ഇഫ് ദ ടോട്ടൽസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് ആർ ഫൗണ്ട് ഈക്വൽ, വി ക്യാൻ അസ്യൂം ദാറ്റ് പോസ്റ്റിംഗ് ഹാവ് ബീൻ മെയ്ഡ് ഓൺ ദി കറക്റ്റ് സൈഡ് ഓഫ് ദി അക്കൗണ്ട് ആൻഡ് ബാലൻസസ് ആർ ടേക്കൺ കറക്റ്റ്ലി. ഇതാണ് ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ്. നെയിം ഓഫ് അക്കൗണ്ട്, ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ അവിടെ ക്യാഷ് എന്ന് എഴുതി, അത് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് എഴുതി, ഇങ്ങനെ എഴുതി. ടോട്ടൽ എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡ് ടോട്ടലും ക്രെഡിറ്റ് എമൗണ്ട് ടോട്ടലും ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം? പോസ്റ്റിംഗ്, അതായത് ക്യാഷ് അക്കൗണ്ടിൽ എഴുതിയിരിക്കുന്ന എല്ലാ ഇൻഫർമേഷനും കറക്റ്റാണ്, അല്ലെങ്കിൽ അതേപോലെ പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്ന എല്ലാ അക്കൗണ്ട്, അതായത് നമ്മൾ തയ്യാറാക്കിയ എല്ലാ ലെഡ്ജർ അക്കൗണ്ടും കൂടി എഴുതി കഴിയുമ്പോൾ ഇവിടെ ടോട്ടൽ സെയിം എമൗണ്ട് ആണ് വരുന്നത് എങ്കിൽ ലെഡ്ജർ അക്കൗണ്ടുകളിൽ തെറ്റില്ല എന്ന ഒരു അസംഷനിലാണ് എത്തുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത്തെ ആവശ്യം, ടു ലൊക്കേറ്റ് ദ എറേഴ്സ്. ഇനി എവിടെയെങ്കിലും എറർ ഉണ്ടെങ്കിൽ, ഇഫ് ദ ട്രയൽ ബാലൻസ് ടോട്ടൽ ഡസ് നോട്ട് എഗ്രി, അതായത് ടോട്ടൽ എഴുതുന്ന സമയത്ത് ഡെബിറ്റ് എമൗണ്ട് ടോട്ടലും ക്രെഡിറ്റ് എമൗണ്ട് ടോട്ടലും ഡിഫറെൻ്റ് ആണ് വരുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതാണ് ടു ലൊക്കേറ്റ് എറർ. ഇഫ് ദ ട്രയൽ ബാലൻസ് ടോട്ടൽ ഡസ് നോട്ട് എഗ്രി, ഇറ്റ് മീൻസ് ദാറ്റ് ദർ എക്സിസ്റ്റ് സം എറേഴ്സ് ഡ്യൂ ടു പോസ്റ്റിംഗ് ഓഫ് റോങ് എമൗണ്ട് or wrong totaling or wrong posting or wrong side posting etc. omission to post an amount. ഈ പറയുന്ന ഏതെങ്കിലും മിസ്റ്റേക്ക്, അതായത് എറേഴ്സ് ഡ്യൂ ടു പോസ്റ്റിംഗ് ഓഫ് റോങ് എമൗണ്ട് 500 എന്ന് എഴുതുന്നതിന് പകരം 50 അല്ലെങ്കിൽ 5000 എന്ന് എഴുതി പോവുക, ടോട്ടൽ ചെയ്യുന്ന ലെഡ്ജർ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് എഴുതി പോവുക, ഇതൊക്കെ നമ്മൾ കുട്ടികൾ ക്ലാസ്സിൽ ചെയ്യുന്ന സമയത്തും സംഭവിക്കാറുള്ളതാണ്. 0ന്റെ എണ്ണം കൂടുക കുറയുക ചെയ്യും, ടോട്ടൽ ചെയ്യുമ്പോൾ തെറ്റും, അതേപോലെ ബാലൻസ് കണ്ടുപിടിക്കുമ്പോൾ തെറ്റും. ഇതേപോലെയുള്ള മിസ്റ്റേക്ക് അക്കൗണ്ടന്റിന്റെ കയ്യിൽ നിന്ന് വരാനൊരു സാധ്യതയുണ്ട്. ഇങ്ങനെ ഉണ്ട്, എന്തോ ഒരു എറർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് അങ്ങനെ ടോട്ടൽ, അതായത് ഡെബിറ്റ് ടോട്ടലും ക്രെഡിറ്റ് ടോട്ടലും ഡിഫറെന്റ് എമൗണ്ട് ആണ് എങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് കണ്ടെത്തുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ടെക്നിക്കുകളൊക്കെ ഉണ്ട്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ അത് കണ്ടെത്താൻ പറ്റും, എന്നിട്ട് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. മൂന്നാമത്തത്, ടു ഹെൽപ്പ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ടിൽ നിങ്ങൾക്കറിയാലോ, എല്ലാ അക്കൗണ്ടിൻ്റെയും ബാലൻസുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. അപ്പോൾ ഓരോ ലെഡ്ജർ അക്കൗണ്ട് എടുത്ത് നോക്കാതെ ഈ ട്രയൽ ബാലൻസിന്റെ സഹായത്താൽ നമുക്ക് എളുപ്പത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാം. അതാണ് ടു ഹെൽപ്പ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ട്സ് ഓർ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റ് ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ദ financial statements are prepared with the balances of ledger account. Therefore, an accountant should make it sure that all accounts are correctly prepared
An agreed trial balance thus become an essential tool for preparing ഫൈനൽ അക്കൗണ്ട്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നു. ട്രയൽ ബാലൻസിലെ ടോട്ടൽ ഡിഫറൻ്റ് ആണ് എങ്കിൽ അത് ആദ്യം റെക്ടിഫൈ ചെയ്യാനുള്ള ശ്രമം നടത്തി അത് ആ മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിയാക്കിയതിന് റെക്ടിഫിക്കേഷൻ നടത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ 2 മെത്തേഡുകളാണ് ഉള്ളത്. ഒന്ന് ടോട്ടൽ മെത്തേഡ്, 2 ബാലൻസ് മെത്തേഡ്. Total method. In this method, the debit side total and credit side total of all accounts are entered in the respective column of trial balance. Finally, these columns are added. അതായത് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ക്രെഡിറ്റ് കോളത്തിൽ എഴുതുന്നു, അതേപോലെ തന്നെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ഡെബിറ്റ് എമൗണ്ട് കോളത്തിലും എഴുതുന്നു. ഇനി ബാലൻസ് മെത്തേഡിലാണ് നമ്മൾ എഴുതുന്നത് തയ്യാറാക്കുന്നത് എങ്കിൽ അണ്ടർ ദിസ് മെത്തേഡ് ബാലൻസസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് ആർ ഷോൺ ഇൻ ദ റെസ്പെക്റ്റീവ് കോളം ഓഫ് ട്രയൽ ബാലൻസ്. ഇപ്പോൾ ബാലൻസ് മെത്തേഡിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് എങ്കിൽ ബാലൻസുകളാണ്, ഉദാഹരണമായി ഡെറ്റേഴ്സിന്റെ ബാലൻസ് ഡെബിറ്റ് കോളത്തിൽ എഴുതുന്നു, ക്രെഡിറ്റേഴ്സിന്റെ ബാലൻസ് നമുക്കറിയാം ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നത്, ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു, പർച്ചേസസ് അക്കൗണ്ടിന്റെ ബാലൻസ് ഡെബിറ്റ് കോളത്തിൽ എഴുതുന്നു, സെയിൽസിന്റെ ബാലൻസ് ക്രെഡിറ്റ് കോളത്തിൽ എഴുതുന്നു. ഇങ്ങനെ അതാത് കോളത്തിലേക്ക് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് വരുന്നത് ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് ബാലൻസ് വരുന്നത് ക്രെഡിറ്റ് കോളത്തിലും എഴുതി ടോട്ടൽ ചെയ്യുമ്പോഴും സെയിം എമൗണ്ട് ആയിരിക്കും ക്രെഡിറ്റ് കോളം ടോട്ടലും ഡെബിറ്റ് കോളം ടോട്ടലും വരുന്നത്. ഓക്കെ, ഈ 2 രീതിയിലാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.